ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിന്റ് ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് പ്രിന്റ് ഫോർമാറ്റിംഗ്? നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് നമ്മളായിരിക്കില്ല, വേറെ ഏതെങ്കിലും ആളുകളായിരിക്കും. ഉദാഹരണമായി ഒരു ബാങ്കിലേക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്താൽ ആ ബാങ്കിലെ പല ടൈപ്പിലുള്ള എംപ്ലോയീസ് ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇവർക്കെല്ലാവർക്കും വളരെ ഈസിയായി ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാനും ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുവാനും അതിൻ്റെ ഔട്ട്പുട്ട്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ വൃത്തിയായി പ്രിന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രോഗ്രാമിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിനെ പ്രിന്റ് ചെയ്യുവാനുള്ള 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻറ്റീജർ, ഫ്ലോട്ട്, സ്ട്രിംഗ് ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്പുകളെ എങ്ങനെ വൃത്തിയായി പ്രിന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബേസിക് ആയിട്ടുള്ള പ്രിന്റ് മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യുക എന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മളൊരു ഇൻഷുറൻസിന്റെ എക്സാമ്പിൾ ആണ് നോക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്, പ്രിന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം വെഹിക്കിൾ, മാരുതി ഡിസയർ, അതുപോലെ അതിന്റെ പ്രീമിയം പ്രിന്റ് ചെയ്യണം. പ്രീമിയം എന്ന് പറഞ്ഞ് ₹12,000 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് കമാൻഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ വെഹിക്കിൾ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ കൊടുത്തു അല്ലേ. അത് കഴിഞ്ഞ് കോമ കഴിഞ്ഞിട്ടാണ് വെഹിക്കിൾ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തത്. അപ്പോൾ അതിൽ മാരുതി ഡിസയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രീമിയം റുപ്പീസ് എന്ന് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ അവിടെ സ്ട്രിംഗ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പ്രീമിയം എമൗണ്ട് 12,000 ആ വേരിയബിൾ കൊടുത്തു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കോമ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്രിന്റ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ എക്സാമ്പിളാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ഒരു സ്ട്രിങ്ങിനെ കൊടുക്കുക. എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്? അതിനെ നമ്മൾ ഒരു സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. ആ സ്ട്രിങ്ങിൽ വാല്യൂ വരേണ്ട സ്ഥലങ്ങളിലെല്ലാം ഓരോ പ്ലേസ് ഹോൾഡർ നമ്മൾ കൊടുക്കുക. ഇവിടെ %s എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതിനെ നമുക്കൊരു പ്ലേസ് ഹോൾഡർ എന്ന് വിളിക്കാം. %s കൊടുത്തതിൻ്റെ അർത്ഥം അവിടെ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യണമെന്നാണ്. പ്രിന്റ് ചെയ്യേണ്ട സ്ട്രിങ്ങിനെ നമുക്ക് കോട്ട്സിനകത്ത് കൊടുക്കാം. അതിലെ വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യേണ്ട സ്ഥലത്ത് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്ററാണ് കൊടുക്കുന്നത്. ഏത് ടൈപ്പിലുള്ള വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്നനുസരിച്ച് നമ്മൾ ഈ എസിന് പകരം ഡി എന്ന്, നമുക്ക് ഇൻറ്റീജറാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഡി കൊടുക്കാം. അതല്ല ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഫ് കൊടുക്കാം. അതല്ല ഒരു ക്യാരക്ടറിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ സി എന്ന് കൊടുക്കാം. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് വെഹിക്കിൾ മാരുതി ഡിസയർ എന്നാണ്. അപ്പോൾ ഈ %s എവിടെ നിന്നാണ് വാല്യൂ കിട്ടുന്നത്? അതിനുവേണ്ടി ഈ കോട്ടിന് ശേഷം, ഈ സ്ട്രിങ്ങിന് ശേഷം നമ്മൾ % എന്ന് പറഞ്ഞ് നമ്മുടെ വേരിയബിൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ %s ഇവിടെ വെഹിക്കിളിലെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. അതിലെ വാല്യൂ മാരുതി ഡിസയർ എന്നായിരുന്നു. അതുകൊണ്ടാണ് വെഹിക്കിൾ മാരുതി ഡിസയർ എന്ന് പ്രിന്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എക്സാമ്പിളിൽ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റീജർ കൊടുത്തിട്ടുണ്ട്, ഡെസിമൽ പ്ലേസിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആദ്യം പ്രിന്റ് ചെയ്യേണ്ട സ്ട്രിങ്ങിനെ കോട്ട്സിൽ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ വാല്യൂ, വേരിയബിളിലെ വാല്യൂ വരേണ്ട സ്ഥലങ്ങളിൽ പ്രിന്റ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്റർ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ വെഹിക്കിൾ എന്ന് കഴിഞ്ഞ് %s കൊടുത്തിരിക്കുന്നു. അതുപോലെ പ്രീമിയം എന്ന് പറഞ്ഞ് %d കൊടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രിംഗ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ %s എന്നും, ഇൻറ്റീജർ ആണെങ്കിൽ %d എന്നും ആണ് കൊടുക്കേണ്ടത്. ഇനി ഈ %sലും ഈ %dയിലും എവിടുന്ന് വാല്യൂ കിട്ടും? അതിനു വേണ്ടിയുള്ള വാല്യൂ ആണ് നമ്മൾ % കൊടുത്ത് ആ സ്ട്രിങ്ങിന് ശേഷം കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 വേരിയബിളിലെ വാല്യൂ ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തത്. നേരത്തെ എക്സാമ്പിളിൽ ഒരു വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഈ സ്ട്രിങ്ങിലെ പൊസിഷനിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി, കോമ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ മാരുതി ഡിസയർ എന്നും പ്രിന്റ് ചെയ്തു, പ്രീമിയം 12,000 എന്നും പ്രിന്റ് ചെയ്തു. എന്നാൽ നമുക്ക് ഡിസ്കൗണ്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ %f ആണ് കൊടുക്കുക. അതാണ് അടുത്ത ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മുടെ പ്രിന്റ് ഫോർമാറ്റിങ്ങിൻ്റെ സ്ട്രിങ് കൊടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് %.2f, ഇവിടെ %.2f എന്നാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ നമ്മൾ പ്രിന്റ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്ററായ %ൻ്റെ കൂടെ f ആണ് കൊടുക്കേണ്ടത്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഇനി ഈ .2 എന്താ? .2ൻ്റെ അർത്ഥം നമ്മൾ പ്രിന്റ് ചെയ്യുന്ന നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് വേണമെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ %ഡിസ്കൗണ്ട്, ഇവിടെ ഒരു വാല്യൂ മാത്രമേ റീപ്ലേസ് ചെയ്യാനുള്ളൂ, ഇവിടെ ഒരു പൊസിഷൻ മാത്രമേ റീപ്ലേസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് %ഡിസ്കൗണ്ട് എന്ന് കൊടുത്തു. 500.50 എന്നാണ് പ്രിന്റ് ചെയ്തത് കാണാം. ഇപ്പോൾ ഡിസ്കൗണ്ടിലെ വാല്യൂ 503 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്. എന്നിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴും ഇവിടെ 50 എന്നേ വന്നുള്ളൂ. എന്താ കാരണം? അതിന് കാരണം .2f എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡെസിമൽ പ്ലേസേ പ്രിന്റ് ചെയ്യണ്ടു. അപ്പോൾ 3 ഡെസിമൽ പ്ലേസിലെ വാല്യൂവും പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ കാണിക്കേണ്ടത്? ഇവിടെ .3 എന്ന് കൊടുത്ത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് 503 എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്റർ ആയ % യൂസ് ചെയ്യുക. ഇത് ഒരു ലെഗസി മെത്തേഡാണ്. ഇത് പൈത്തണിനകത്ത് കുറേ വർഷങ്ങളായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രിന്റ് ഫോർമാറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അടുത്ത മെത്തേഡാണ് സ്ട്രിംഗ് ഫോർമാറ്റ് മെത്തേഡ്. ഇത് പൈത്തൺ 2.7 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. %സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഓപ്പറേറ്ററിനേക്കാൾ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ എളുപ്പവും ഫ്ലെക്സിബിളുമാണ് ഫോർമാറ്റ് മെത്തേഡ്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം.
രണ്ട് ഭാഗങ്ങളാണ് സിൻടാക്സിലുള്ളത്. ഒന്ന്, നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ട സ്ട്രിങ്ങിനെ നമ്മൾ കൊടുക്കുന്നു. ആ സ്ട്രിങ്ങിനകത്ത് നമുക്ക് ആവശ്യമുള്ള വേർഡ്സും അതുകൂടാതെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ബ്രേസ് ബ്രാക്കറ്റും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വെഹിക്കിൾ എന്ന് കഴിഞ്ഞ് നമ്മൾ ബ്രേസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ പ്രീമിയം പ്രിൻറ്റ് ചെയ്യണം, ആക്ച്വൽ നമ്പർ പ്രിൻറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ബ്രേസ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു ക്ലോസ് ചെയ്തു. അപ്പോൾ വാല്യൂ എവിടെയൊക്കെ പ്രിൻറ്റ് ചെയ്യണം, ഈ സ്ട്രിങ്ങിൽ എവിടെയൊക്കെയാണ് വാല്യൂ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ബ്രേസ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് എവിടെ നിന്നാണ് വാല്യൂ കിട്ടുക, അതിനുവേണ്ടിയാണ് ഫോർമാറ്റ് മെത്തേഡ് കൊടുക്കുന്നത്. അതാണ് സിൻടാക്സിലെ രണ്ടാമത്തെ ഭാഗം. ആ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഡോട്ട് ഫോർമാറ്റ് എന്ന് നമ്മൾ കൊടുക്കുന്നു. ഈ ഡോട്ട് ഫോർമാറ്റിനകത്ത് ബ്രാക്കറ്റിനകത്താണ് ഏതൊക്കെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ പൊസിഷനിൽ വെഹിക്കിളിൻ്റെ മോഡലാണ്, കാറിൻ്റെ മോഡലാണ്. അതുകൊണ്ടാണ് കാർ മോഡൽ എന്ന് കൊടുത്തത്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഇവിടെ വരേണ്ടത് എന്താണ്, പ്രീമിയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തത്. അപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേസ് ബ്രാക്കറ്റ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം അതിലെ വാല്യൂ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ യൂസ് ചെയ്ത് ആ പൊസിഷനിലെ ബ്രാക്കറ്റിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ കോഡിങ്ങനെ നോക്കുമ്പോൾ, പൈത്തൺ കമ്പൈലർ നോക്കുമ്പോൾ ആ ഓർഡറിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറിലാണ് ആ വാല്യൂ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രേസ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ ഒന്നാമത്തെ വേരിയബിളിലെ വാല്യൂ, രണ്ടാമത്തെ പൊസിഷനിൽ രണ്ടാമത്തെ ബ്രേസ് ബ്രാക്കറ്റിൻ്റെ പൊസിഷനിൽ രണ്ടാമത്തെ വേരിയബിളിലെ വാല്യൂവും പ്രിൻറ്റ് ചെയ്യും. എന്നാൽ ഓരോ പൊസിഷനിലും എന്ത് വാല്യൂ വരണമെന്ന് നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ ആ പൊസിഷണൽ വാല്യൂ കൊടുത്താൽ മതി, ആ വേരിയബിളിൻ്റെ പൊസിഷണൽ വാല്യൂ കൊടുത്താൽ മതി. സ്ക്രീനിലുള്ള എക്സാമ്പിൾ നോക്കുക. നമ്മൾ ഫോർമാറ്റിനകത്ത് രണ്ട് വേരിയബിൾസാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് വാല്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വെഹിക്കിൾ, രണ്ട് പ്രീമിയം അല്ലേ. ഇനി ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ വെഹിക്കിൾ എന്ന് കഴിഞ്ഞ് ബ്രേസ് ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തിരിക്കുന്നു. ഈ എക്സാമ്പിളിൽ ഫോർമാറ്റ് മെത്തേഡിനകത്ത് രണ്ട് വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് വാല്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വെഹിക്കിൾ, അതിൻ്റെ പൊസിഷൻ 0 ആണ്. രണ്ടാമത്തെ വാല്യൂ പ്രീമിയമാണ്, അതിൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ ഈ വേരിയബിൾസിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ സ്ട്രിങ്ങിൻ്റെ പൊസിഷനിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ വെഹിക്കിൾ ബ്രേസ് ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം നമ്മൾ ഫോർമാറ്റിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന 0th പൊസിഷനിലെ ആദ്യത്തെ പൊസിഷനിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നാണ്. അതുപോലെ പ്രീമിയം ₹1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ പൊസിഷനിൽ പ്രീമിയമാണ്, അതാണ് ഈ റുപ്പീസിന് ശേഷം പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹോണ്ട സിറ്റി 12,000 എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കൂ. ഞാൻ പ്രീമിയം ഫോർ 0 എന്ന് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അവിടെ വരേണ്ടത് വെഹിക്കിളിൻ്റെ മോഡലാണ്. അപ്പോൾ ഇവിടെ ഹോണ്ട സിറ്റി എന്ന് വരും, പ്രീമിയം ഫോർ ഹോണ്ട സിറ്റി എന്ന് വരും. എന്നിട്ട് അത് കഴിഞ്ഞ് റുപ്പീസ് ബ്രേസ് പാക്കറ്റിൽ 1 എന്ന് കൊടുത്തു. ഫസ്റ്റ് പൊസിഷനിൽ ഏതാണുള്ളത്, പ്രീമിയം ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രീമിയം എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി അത് കഴിഞ്ഞ് ഞാൻ പറയാം യെസ് ₹1 എന്ന് കൊടുത്തിരിക്കുക. ഇതിൻ്റെ അർത്ഥം ബ്രേസ് ബ്രാക്കറ്റിൽ നമ്മൾ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1 എന്ന് പറയുന്ന പൊസിഷനിൽ പ്രീമിയം അല്ലേ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് പ്രീമിയം എന്ന് തന്നെ അവിടെയും പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ ഒരു വേരിയബിളിലെ വാല്യൂ തന്നെ മൾട്ടിപ്പിൾ പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ സ്ട്രിങ്ങിനകത്ത് ബ്രേസ് ബ്രാക്കറ്റിനകത്ത് 1 എന്നുള്ളത് 2 പ്രാവശ്യം യൂസ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെയും 1200 പ്രിൻറ്റ് ചെയ്തു, ഇവിടെയും 1200 പ്രിൻറ്റ് ചെയ്തു. ഇത് പ്രിൻറ്റ് ഫോർമാറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ എളുപ്പമാക്കി. എന്നാൽ ഇതിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കീവേഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ എക്സാമ്പിളിൽ നമ്മൾ ഫോർമാറ്റ് മെത്തേഡിനകത്ത് ഓരോ വാല്യൂവിനും നമ്മൾ ഓരോ നെയിം കൊടുത്തിരിക്കുക. ഇവിടെ വെഹിക്കിൾ ഈക്വൽ ടു ഹോണ്ട സിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ അർത്ഥം ഹോണ്ട സിറ്റിയെ എവിടെയെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ വെഹിക്കിൾ എന്ന് യൂസ് ചെയ്താൽ മതി. അതുപോലെ പ്രീമിയം ഈക്വൽ ടു 12,000, പ്രീമിയം എന്ന് പറയുന്ന ഒരു കീവേഡിനെ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ നമുക്ക് സ്ട്രിങ്ങിനകത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ബ്രേസ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ വെഹിക്കിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നേരത്തെ ആദ്യം നമ്മൾ വെറുതെ ബ്രേസ് ബ്രാക്കറ്റ് കൊടുത്തു, പിന്നെ നമ്മൾ പൊസിഷൻ കൊടുത്തു, ഇപ്പോൾ നമ്മൾ അതിൻ്റെ കീവേഡ് കൊടുത്തിരിക്കുക വെഹിക്കിൾ. ഇങ്ങനെ കൊടുത്താൽ ഇതിൻ്റെ അർത്ഥം ഈ വെഹിക്കിൾ കീവേഡിനെ ഹോണ്ട സിറ്റി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്യുക. അടുത്തത് പ്രീമിയം എന്ന് ബ്രേസ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പ്രീമിയം എന്ന് പറയുന്ന ഒരു കീവേഡ് ക്രിയേറ്റ് ചെയ്തു, ആ പ്രീമിയം എന്ന് പറയുന്ന കീവേഡിലെ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഫോർമാറ്റിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ അതിനെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കീവേഡ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കീവേഡ്സിനെ നമുക്ക് പ്രിൻറ്റ് ഫോർമാറ്റഡ് സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രോഗ്രാമിനകത്ത് കുറേ അധികം വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളൊരു റിപ്പോർട്ടൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ റീഡബിലിറ്റി കൊണ്ടുവരും. അതുപോലെ നമുക്ക് എവിടെ പ്രിൻറ്റ് ചെയ്യണമെന്ന് കുറേ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊസിഷണൽ പാരാമീറ്ററും കീവേഡ്സും എല്ലാം ഒരു പ്രിൻറ്റ് സ്ട്രിങ്ങിനകത്ത് തന്നെ വേണമെങ്കിൽ കമ്പൈൻഡ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജർ നമ്പറെയോ അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസിനെയോ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഇവിടെ ഈ എക്സാമ്പിളിൽ ഇൻറ്റിജറിനെയും ഡെസിമൽ പ്ലേസിലെ നമ്പറിനെയും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രീമിയം 12,500, ഇത് ഒരു ഇൻറ്റിജറാണ്, ഡെസിമൽ പ്ലേസ് ഇല്ല. അപ്പോൾ അതിന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ
ഞാനിവിടെ റുപ്പീസ് എന്ന് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് :05D എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഡെസിമൽ പ്രൈസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി 5 പൊസിഷൻ എടുത്തോളാനാണ് പറയുന്നത്. 5 പൊസിഷനിലും ചെറിയ നമ്പർ ആണെന്നുണ്ടെങ്കിലോ, അതാണെങ്കിൽ ആ പൊസിഷനിലെല്ലാം 0 ഫില്ല് ചെയ്തോളാനാണ് പറയുന്നത്. നമ്മുടെ നമ്പർ 1250 ആണെന്ന് വിചാരിച്ചു. ഇനി ഇതിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തെന്നാൽ 1250 എന്നാണ്. ഈ ഇൻറ്റീജർ നമ്പർ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 5 ഡിജിറ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള പൊസിഷൻ എന്തായാലും യൂസ് ചെയ്തിരിക്കണം. 5 ഡിജിറ്റ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള പൊസിഷനിലെല്ലാം 0 വെച്ച് ഫിൽ ചെയ്തോളാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1250 എന്ന് കൊടുത്തപ്പോൾ ഇവിടെ 1250 എന്ന് ആക്കിയത്. കാരണം 5 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയാണ് 1250 എന്ന് ആക്കിയത്. ഇനി ഡെസിമൽ പ്ലേസ് കൊടുക്കാൻ വേണ്ടിയോ, ഡെസിമൽ പ്ലേസ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ :2F. ഇവിടെ ഡോട്ട് കഴിഞ്ഞ് 2 കൊടുത്തതിൻ്റെ അർത്ഥം 2 ഡെസിമൽ പ്ലേസ് പ്രിൻറ്റ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇവിടെ 0.50 എന്ന് പ്രിൻറ്റ് ചെയ്തത്. ഈ നമ്പേഴ്സിനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാം. പ്രീമിയം 100 രൂപയാക്കി. അതുപോലെ ഡെസിമൽ പ്ലേസിനെ ഞാൻ 505 എന്ന് കൊടുത്തു. ഇതെങ്ങനെയായിരിക്കും പ്രിൻറ്റ് ചെയ്യുക? നമ്മൾ 5 ഡിജിറ്റ് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 100 എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിൽ 00 എന്ന് ആഡ് ചെയ്തു. അതുപോലെ നമ്മളിവിടെ 2 ഡെസിമൽ പ്ലേസ് പ്രിൻറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. 2F എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 3 ഡെസിമൽ പ്ലേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 505. പക്ഷേ അതിൽ 2 പ്രിൻറ്റ് ചെയ്തുള്ളൂ. കാരണം നമ്മളിവിടെ 2 ഡെസിമൽ പ്ലേസ് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു റിപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു ഇൻവോയ്സോ ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ വൃത്തിയായി അലൈൻ ചെയ്ത് നമ്പേഴ്സിനെയും ടെക്സ്റ്റിനെയും പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പ്രിൻറ്റിനകത്ത് അലൈൻമെൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 3 വെഹിക്കിളിൻ്റെ ഇൻഫർമേഷനാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു ഹോണ്ട സിറ്റി ഉണ്ട്, ജീപ്പ് കോമ്പസ് ഉണ്ട്, മഹേന്ദ്ര SUV ഉണ്ട്. ഇതിനെ ഒരു ടേബുലർ ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്യണം. അതാണ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, എല്ലാതിൻ്റെയും ലെഫ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ വെഹിക്കിൾ എന്ന് കഴിഞ്ഞ് എല്ലാ വണ്ടിയുടെ പേരും ഹോണ്ട, ജീപ്പ് കോമ്പസ്, മഹീന്ദ്ര ഇതെല്ലാം ലെഫ്റ്റ് അലൈൻ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ലെസ് ദാൻ കൊടുത്തത് കണ്ടോ, :15. ഇപ്പോൾ ഇവിടെ വരേണ്ടത് വെഹിക്കിൾ 1 വാല്യൂ ആണ് അല്ലേ. ഈ വാല്യൂ ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വെഹിക്കിൾ 1 വരുന്ന വാല്യൂ, അല്ലെങ്കിൽ വെഹിക്കിൾ 2 വരുന്ന വാല്യൂ, അല്ലെങ്കിൽ വെഹിക്കിൾ 3 വരുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി 15 ക്യാരക്ടേഴ്സ് എഴുതാവുന്ന അത്രയും സ്പേസ് എടുക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് കൊടുത്തതിൻ്റെ അർത്ഥം എന്താ? ലെഫ്റ്റ് കൊടുത്തതിൻ്റെ അർത്ഥം അതിൽ ലെഫ്റ്റ് ചേർത്ത് ലെഫ്റ്റ് അലൈൻ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഇവിടെ ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ 10 ക്യാരക്ടേഴ്സ് ഉള്ളത്, അതേസമയം ജീപ്പ് കോമ്പസ് എന്ന് പറയുമ്പോൾ 11 ക്യാരക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ലെഫ്റ്റിൽ അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്തതിന് കാരണം ഇവിടെ ലെസ് ദാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി 15 ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? ഇതാണ് 15 ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ലെങ്ത്. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും പ്രിൻറ്റ് ചെയ്യും. അതിൽ ലെഫ്റ്റ് ചേർത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രീമിയം പ്രിൻറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റ് അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ലെസ് ദാൻ എല്ലാം പിടിച്ച് ഗ്രേറ്റർ ദാൻ ആക്കിയാൽ മതി. ഇപ്പോൾ നോക്കൂ, 15 ക്യാരക്ടേഴ്സ് ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടം വരെ പ്രിൻറ്റ് ചെയ്യും അല്ലേ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇത്രയും സ്ഥലം. ഹോണ്ട സിറ്റിയും ജീപ്പ് കോമ്പസും അതുപോലെ മഹീന്ദ്രയും എല്ലാം റൈറ്റിൽ അലൈൻ ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റിൽ അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ സൈനാണ് ഫോർമാറ്റ് സ്ട്രിങ്ങിൽ കൊടുക്കേണ്ടത്. ഇനി സെൻറ്റർ അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, ഈ ക്യാരക്ടർ കൊടുത്താൽ മതി. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഹോണ്ട സിറ്റിയും ജീപ്പ് കോമ്പസും മഹേന്ദ്ര SUVയും സെൻറ്റർ അലൈൻ ചെയ്തിട്ട്, അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുമുള്ള സ്പേസ് ഒരേപോലെ ആയിരിക്കും. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇതിൻ്റെ ഓരോ ആ വേർഡിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെയാണോ ആ സെൻറ്ററാണ് ഇവിടെ ഈ ലൈനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരേ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ഫോർമാറ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള 3ാമത്തെ മെത്തേഡാണ് F സ്ട്രിങ് അല്ലെങ്കിൽ ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ ഫോർമാറ്റ് മെത്തേഡിൻ്റെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ് ഫോർമാറ്റഡ് സ്ട്രിങ്. പൈത്തണിൻ്റെ വേർഷൻ 3.6 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. F സ്ട്രിങ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഒരു സ്ട്രിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആകെ ഒരു സെക്ഷനേ ഉള്ളൂ. നേരത്തെ സ്ട്രിങ്ങും ഉണ്ടായിരുന്നു, അതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ട്രിങ്ങും വാല്യൂവും കൂടെ ആകെ ഒരു സ്ട്രിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ ഫോർമാറ്റഡ് സ്ട്രിങ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോവർ കേസ് F വെച്ചിട്ടായിരിക്കും. ഈ സ്ട്രിങ്ങിനകത്ത് വാല്യൂസ് പ്രിൻറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ആ വേരിയബിളിൻ്റെ പേര് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ ബ്രേസ് ബ്രാക്കറ്റിനകത്ത് വെഹിക്കിൾ എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം വെഹിക്കിൾ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നാണ്. പ്രീമിയം എന്ന് ബ്രേസ് ബ്രാക്കറ്റിൽ കൊടുത്തത് കണ്ടോ, അതിൻ്റെ അർത്ഥം പ്രീമിയം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നാണ്. ഇനി ഈ ബ്രേസ് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു വേരിയബിൾ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ കൊടുക്കാം. കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പൈത്തൺ ഈ ബ്രേസ് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കും. വേരിയബിൾ ആണോ, അതോ ഒരു എക്സ്പ്രഷൻ ആണോ, ഫംഗ്ഷൻ ആണോ, ഏതാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു
ഇവാലുവേഷൻ, ഒരു കാൽക്കുലേഷൻ അവിടെ നടത്തി. അതിൻ്റെ റിസൾട്ടാണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തപ്പോൾ വെഹിക്കിൾ മാരുതി ഡിസയർ എന്ന് പ്രിൻറ്റ് ചെയ്തു. അതുപോലെ പ്രീമിയം 12,000 എന്നും പ്രിൻറ്റ് ചെയ്തു. കാരണം ഇവിടെ വെഹിക്കിളിൻ്റെയും പ്രീമിയത്തിൻ്റെയും പൊസിഷനിൽ ആ വേരിയബിളിലെ വാല്യൂ വെച്ച് പ്രിൻറ്റ് ചെയ്തു. മുമ്പ് നമ്മൾ നോക്കിയ മെത്തേഡുകളെ ആയി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറേ കൂടെ റീഡബിളുമാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. ഇനി ഇങ്ങനെ സ്ട്രിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് കൊടുക്കുക? ഇവിടെ പ്രൈസ് 15,000.506 എന്നാണ്. എനിക്ക് 2 ഡെസിമൽ പോയിൻ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അവിടെ പ്രിൻറ്റ് ചെയ്യേണ്ട വേരിയബിൾ കൊടുക്കുന്നു അവിടെ. അതിനുശേഷം ഒരു കോളൻ കഴിഞ്ഞ് നമുക്ക് എന്ത് ഫോർമാറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുന്നു. ഇവിടെ 0.2f എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് ഉള്ള ഒരു നമ്പറാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിളിൽ നോക്കൂ. നമുക്കിവിടെ പോളിസി നമ്പർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ നമ്പറാണ്. 45 എന്നാണ് പോളിസി നമ്പർ. പക്ഷേ എനിക്ക് പോളിസി നമ്പർ എപ്പോഴും 5 ഡിജിറ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം പോളിസി നമ്പർ വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം കോളൻ കഴിഞ്ഞ് നമ്മൾ ഫോർമാറ്റ് കൊടുക്കുക. 05 നമ്മൾ നേരത്തെ കൊടുത്ത പോലെ 05 എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം 5 ഡിജിറ്റ് പ്രിൻറ്റ് ചെയ്യണം. 5 ഡിജിറ്റ് ഫില്ല് ചെയ്യാനുള്ള വാല്യൂ ഇല്ലെങ്കിൽ നമ്പറിൻ്റെ തുടക്കത്തിൽ 0 കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 00045 എന്ന് പ്രിൻറ്റ് ചെയ്തത് കണ്ടോ? കാരണം 45 2 ഡിജിറ്റേ ഉള്ളൂ. അതിനു മുമ്പ് 3 0 കൊടുത്ത് അത് 5 ഡിജിറ്റിലേക്ക് പ്രിൻറ്റ് ചെയ്തു. ഫോർമാറ്റ് മെത്തേഡ് നോക്കുന്ന സമയത്ത് നമ്മൾ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് നോക്കിയിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് അലൈൻമെൻറ്റ് കൊടുക്കാം. എങ്ങനെയാണ്? വെഹിക്കിൾ നമുക്ക് ലെഫ്റ്റ് അലൈറ്റ് ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യുന്നു? വെഹിക്കിൾ കോളന് ശേഷം നമ്മൾ <15. എന്താണ് <15? 15 ക്യാരക്ടേഴ്സ് വിഡ്ത്തിലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും 15 ക്യാരക്ടേഴ്സ് ലെങ്ത് എടുത്ത് അതിലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിലെവിടെ അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ പ്രിൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മാരുതി ഡിസയർ എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. കണ്ടോ? ഇവിടെ ടോട്ടൽ 15 ക്യാരക്ടേഴ്സ് ലെങ്ത് ഉണ്ട് ഈ പൈപ്പ് ക്യാരക്ടർ വരെ. ഓക്കെ, 15 ക്യാരക്ടർ അതിൻ്റെ ലെഫ്റ്റ് അലൈൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. ഇനി ഒരു എഫ് സ്ട്രിങ്ങിനകത്ത് എങ്ങനെയാണ് എക്സ്പ്രഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ബേസ് പ്രീമിയം 15,000 ആണ്, 10% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചുള്ള പ്രീമിയം എത്രയാണ് എന്നാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എവിടെയാണ് വാല്യൂ പ്രിൻറ്റ് ചെയ്യേണ്ടത്? റുപ്പീസ് കഴിഞ്ഞിട്ടാണ് അല്ലേ? അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബ്രേസ് പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ബ്രേസ് പാക്കറ്റ് എൻഡ് ചെയ്തു. ഇതിനകത്താണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ എക്സ്പ്രഷനാണ് ആദ്യം കൊടുത്തത്. കണ്ടോ? ബേസ് പ്രീമിയം മൾട്ടിപ്ലൈ ബൈ 1 മൈനസ് ഡിസ്കൗണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഡെസിമൽ പോയിൻ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ കോളൻ ആദ്യം ഫോർമാറ്റ് കൊടുക്കുന്നതിന് മുമ്പ് കോളൻ കൊടുത്തു. അതിനുശേഷം 0.2f എന്ന് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ₹13,500.00 എന്ന് പറഞ്ഞത്. ഇനി ചില സമയങ്ങളിൽ നമ്മുടെ ഔട്ട്പുട്ട് മൾട്ടിപ്പിൾ ലൈനിൽ പ്രിൻറ്റ് ചെയ്യേണ്ടി വരും, താഴെയായിട്ട് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി എഫ് സ്ട്രിങ് എങ്ങനെ കൊടുക്കുക? അതാണ് ഇവിടെ കാണുന്നത്. എഫ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നേരത്തെ നമ്മൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ടെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ 3 കോട്ടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സ്ട്രിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ കോട്ട് എൻഡ് ചെയ്തു. 3 കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലൈനുള്ള ഒരു സ്ട്രിങ് ആണ് ഇവിടെ എഫിന് ശേഷം കൊടുക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ട്രിപ്പിൾ കോട്ട്സ് കൊടുത്തത്. ഞാൻ ആദ്യത്തെ ലൈനിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് കോളൻ എന്ന് കൊടുത്തു. ഇനി കഴിഞ്ഞ് നെയിം, അത് കഴിഞ്ഞ് വെഹിക്കിളിൻ്റെ മോഡലുണ്ടല്ലോ അത് ഇൻസേർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ബ്രേസ് ബ്രാക്കറ്റിൽ വെഹിക്കിൾ എന്ന് കൊടുത്തു. പ്രീമിയം ഇൻസേർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ബ്രേസ് ബ്രാക്കറ്റിൽ പ്രീമിയം എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ 12,000 എന്ന് അവിടെ പ്രിൻറ്റ് ചെയ്യും. കണ്ടോ? ഇപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ലൈനാണ്. അത് വെഹിക്കിൾ ഡീറ്റെയിൽസ് ഒരു ലൈനിൽ വന്നു, നെയിം എന്ന അടുത്ത ലൈനിൽ, പ്രീമിയം എന്നത് വേറെ ലൈനിൽ വന്നു. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് യൂസറിന് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിൻറ്റ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നീറ്റായി ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ മെത്തേഡ്സ് യൂസ് ചെയ്തുള്ള എക്സാമ്പിൾസ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.